ഹായ് ഫ്രണ്ട്സ്, ഫലവൃക്ഷത്തോട്ടത്തിലെ അത്ഭുത കാഴ്ചയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് നമ്മൾ ബേറാപ്പിളാണ്. ബേറാപ്പിളിൻ്റെ ഒരു വലിപ്പം കണ്ടോ? വലിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ കാണുന്ന പോലെയല്ല, തൊട്ടാളെ വീഴൂ, പറിക്കാറായില്ല. ഒരു വലിപ്പം കണ്ടോ? അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. നേരത്തെ വന്നതിനേക്കാളും ബേറാപ്പിള് വലുതായിട്ടുണ്ട്. നമ്മൾ നേരത്തെ വന്നത് പറിച്ചതൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പറിക്കാൻ സമയമായിട്ടില്ല. അപ്പോൾ ഇനിയും ഇത് വലുതാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഞാൻ പറിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കൃത്യമായ സൈസും അതിൻ്റെ വീഡിയോയും ചെയ്യുന്നതായിരിക്കും. പറ്റുമെങ്കിൽ അതിൻ്റെ വെയിറ്റും ഞാൻ നോക്കിയിട്ട് പറയാം. ഇപ്പോൾ കയ്യിൽ വെച്ചപ്പോഴത്തേക്ക് അത്യാവശ്യം എൻ്റെ കയ്യിൽ ഇരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സൈസ് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ. ഇത്രയും വലിയ ബേറാപ്പിൾ നിങ്ങളുടെ ആരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ വേറൊരു സന്തോഷ വർത്തമാനം പറയാനുള്ളത്, നമ്മളെ ജപ്പാൻ റെഡ് ഉണ്ടല്ലോ, അത് കായ ഇതുവരെയും തൊഴിഞ്ഞു പോയിട്ടില്ല. ഞാൻ അത് കാണിക്കാം. സുഹൃത്തുക്കളെ, കാണാൻ പറ്റുന്നുണ്ടോ? നമ്മളെ ജപ്പാൻ റെഡാണ്. പേരയ്ക്ക കുറച്ച് വലുതായിട്ടുണ്ട്. ഇനി മിക്കവാറും ഇത് തൊഴിഞ്ഞു പോകാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മുടെ പരീക്ഷണം വിജയകരമായി വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ മൊത്തം എത്ര പ്രായമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫെബ്രുവരിയിൽ നട്ടതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ 4 മാസം. ഫുള്ള് തൈയുടെ വളർച്ച ഉൾപ്പെടെ നമുക്ക് 5 മാസം വയ്ക്കാം. സാധാരണ 1.5-2 വർഷമൊക്കെ പ്രായമുള്ളത് തന്നെ കൃത്യമായിട്ട് പിടിക്കുന്നില്ല. ചിലതിൽ മാത്രമേ പിടിക്കുന്നുള്ളൂ എന്ന് ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇത് ഇപ്പോൾ അത്യാവശ്യം വലുതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മറ്റേ കമ്പിലുള്ള പൂ വിരിഞ്ഞിട്ടുണ്ട്, അതും കാണിക്കാം കേട്ടോ. മറ്റേ കൊമ്പിൽ നമ്മളിതിൻ്റെ മുട്ടുകൾ കാണിച്ചിരുന്നല്ലോ, ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അവസ്ഥയാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഇതും കൂടി നമുക്ക് സക്സസ് ആയിട്ട് കിട്ടുമോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം. സുഹൃത്തുക്കളെ, ഇതിലിപ്പോൾ മൊത്തമുള്ളത് 9 മുട്ടാണേ. 1, 2, 3, 4, 5, 6, 7, 8, 9 കണ്ടല്ലോ. ഈ 9 നമുക്ക് എത്ര എണ്ണം ഇതിൽ ലഭിക്കുമെന്ന് നോക്കാം. ഇത് ഈ പരുവം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പരീക്ഷണം നമുക്ക് വിജയിച്ചെന്ന് പറയാൻ പറ്റും. എങ്കിൽ ഞാൻ എന്താണ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കും. ഇപ്പോൾ അതിൽ 2, 4, 5 എണ്ണം 5 എണ്ണം പൂ വിരിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് 9 എണ്ണം ഇല്ലേ, 8 എണ്ണേ ഉള്ള. 2, 4, 5 പൂ വിരിഞ്ഞിട്ടുണ്ട്. 3 മുട്ട്. ഇത് ഒരു കമ്പിലെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എന്തൊക്കെ വളങ്ങളാണ് ഉപയോഗിച്ചതെന്നും ഇത് വിജയിക്കുക എന്താണ് ചെയ്യുന്നുള്ള കാര്യം പറയുന്നതായിരിക്കും. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു.